അപ്പൊ കുറെ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഡെയിലി വ്ലോഗ് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ഷോർട്സിന്റെ പിന്നാലെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇതിനടുത്തായിട്ട് ഞാൻ കുറച്ച് മുന്നേ ഇതുപോലെ ലോങ് വീഡിയോ ഇട്ട സമയത്ത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഇട്ട് പിന്നെ അവിടെ നിന്നൊന്നും ഡിലേ ആയി, പിന്നെ ഇട്ടു. അപ്പൊ അങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വ്യൂസിനും ഒക്കെ നല്ല ബാധിക്കും കേട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ ഇനി അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പൊ അതുകൂടെ കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ട് വീഴുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാ അള്ളാ ഇന്ന് എന്തായാലും ഒരു ഫുൾ വീഡിയോ എന്ന് പറയാന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അടുത്തത് വേറെ വ്ളോഗിൽ അങ്ങനെ ആഡ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എന്ത് ബെസ്റ്റ്. അപ്പൊ എക്സാമിന് എന്ത് പഠിക്കും? അപ്പൊ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഷാന ഉണ്ടാവില്ല, ഷാന സ്കൂളിൽ പോവും അല്ലേ. ഇനി ഞങ്ങളെ കുറച്ച് വിശേഷങ്ങളും, പിന്നെ വൈകിട്ട് നോമ്പ് തുറക്കലോ വൈകുന്നേരം അവസാനിപ്പിക്കും. ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആവുകയാണെങ്കിൽ അതിന് മുന്നേ അവസാനിപ്പിക്കും, നോക്കാം. ഈ സ്കൂൾ വിട്ട് വരുന്നവരെ നോമ്പ് തുറക്കണവരെ ഓക്കെ എടുക്കാം. ഇന്ന് നോമ്പില്ലേ? ബുധനാഴ്ച 18-ാം തീയതി ഒന്ന് എക്സാം. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് വെക്കണ് ഉണ്ട്? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ? പറഞ്ഞോ ടീച്ചർ പറഞ്ഞോണ്ട് പറഞ്ഞോ? ഓക്കെ നോക്കാം. ഇന്നിപ്പോ വണ്ടി വരാനായില്ലേ? അതെന്തൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്ന പിന്നെ കൊളായോ? നോക്കെ റെഡി. എന്നിട്ട് ചെറുതായിട്ടൊരു മഴ പെയ്തതാ. നോക്കട്ടെ ഇങ്ങനെയാണ് താഴെ. അത് കുറച്ചും കൂടെ കളർ വരാണ്ട്. ഓക്കെ ടാറ്റ. അപ്പം ആദ്യം നമ്മുടെ പ്രധാന ഡ്യൂട്ടി മിന്നു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനും ഷാനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒപ്പം തന്നെ എഴുന്നേറ്റ് വരും. ഇന്നിപ്പോൾ ഷാന സ്കൂളിൽ പോകുന്നത് വരെ എഴുന്നേറ്റില്ല, പോയിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും മിന്നു എഴുന്നേറ്റ് വന്നു. താത്താക്കാണെങ്കിൽ പോകുന്ന സമയത്ത് മിന്നു ഇങ്ങനെ എഴുന്നേറ്റ് കാണണം ഇല്ലേ? ഒരു അവയൊക്കെ തന്നിട്ടാണ് താത്ത പോവുക. എന്ന് പറയണ്ടേ മിന്നു എഴുന്നേറ്റിട്ടില്ല. എന്തിനാ കരയുന്നത്? പിന്നെ മിന്നൂന് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇന്നലെ നോമ്പ് തുറക്കും പിന്നെ അത്താഴത്തിന് ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോഴും അതിക്കൊക്കെ എടുത്തോട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മിന്നൂന് ദോശയും ചിക്കൻ കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ആദ്യം മിന്നുവിന് നമുക്ക് പാലും വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം പാലൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ് പാല്, പിന്നെ ഒരു ഗ്ലാസ് കറക്റ്റ് വെള്ളം മിക്സ് ആക്കും. കുറേ കൂടുതൽ പാല് കൊടുക്കുമ്പോൾ കഫ്കെട്ട് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പം പൊടി ഇട്ട് കൊടുക്കുന്നില്ല. മിന്നുവിൻ്റെ മുടി വെട്ടണോ വെട്ടണ്ടേ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ. കാരണം അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളർന്ന് പിടിച്ചു കെട്ടാൻ പാകത്തിനാവുമ്പോൾ കുറേ സമയം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ആ ഫ്രണ്ട് ഒന്നിങ്ങനെ ഒപ്പാക്കി വിടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ നമ്മൾ സലൂണിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ഇതിനൊക്കെ തക്കത്തിനും താളത്തിനൊക്കെ കണ്ട് ചെയ്ത് കൊടുക്കാമല്ലോ. കൂടുതലും ഞാൻ ഇവളുടെ മുടി ഡ്രിമ്മറും കൊണ്ട് ചെയ്യലാണ് കേട്ടോ.
ഇവള് ജനിച്ചപ്പോൾ ഒരു തവണ എന്തോ മുടി കളച്ചിൽ നമ്മൾ നടത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ്. അല്ല മിന്നോ, താത്ത പോയി കഴിഞ്ഞാൽ മിന്നുവിന്റെ പരിപാടിയാണ് താത്താന്റെ റൂം അതിക്രമിച്ച് കയറുക, അല്ല മിന്നോ? എന്നിട്ട് അടുക്കി പെറുക്കി വെച്ച സാധനങ്ങളൊക്കെ അലമ്പാക്കുക. താത്ത ചീത്ത പറയും അതൊക്കെ എടുത്താ. ഇതിപ്പോ സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ഇത്രയും സാധനങ്ങൾ ഇരിക്കാറില്ല കേട്ടോ. ഇപ്പൊ സ്കൂൾ പോണ ആ ഒരു തിരക്കില് ഒക്കെ വാരി വലിച്ചിട്ടേക്കാണ് കണ്ടോ. ഇനി കളറൊക്കെ പെറുക്കിയിട്ട് ഹാളിൽ വന്നിട്ട് പരത്തിയിടാൻ വേണ്ടിയിട്ട് അല്ലേ. താത്ത വരുന്നു. ഷാന, അതാ ഷാനാനെ വിളിച്ചു കഴിഞ്ഞാല് ആകെ അങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂട്ടോ. എവിടിക്കാ എവിടിക്കാ? താത്ത ചീത്ത പറയും. ആ മിന്നൂന് 2 ദോശ ചുട്ടിട്ട് ഇനിയും മാവ് ബാക്കിയാണ് കേട്ടോ. പഠിപ്പിച്ചിങ്ങനെ നമ്മൾ ഈ ആട്ടിയ മാവ് കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു മടുപ്പാണ്. പിന്നെ ഇപ്പം ഇന്ന് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ആണ് നോമ്പ് തുറക്ക് ചെയ്യുക. ഇടയ്ക്ക് പിന്നെ മന്തിയൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ നോമ്പാണ് വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും പൂതിയും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലപ്പോ മന്തി വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഷാനാക്കും മിന്നുവിനാണെങ്കിലും ഒരു ക്വാർട്ടർ വാങ്ങിച്ചാൽ തന്നെ പിന്നെ അതിൽ റൈസും ഒക്കെ ബാക്കിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വാങ്ങാറ് അൽഫാം മന്തിയാണ്. അതിലാവുമ്പോൾ ഒരു പീസ് ഉണ്ടെങ്കിലും വലിയ പീസാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പകുതി എടുക്കും. പിന്നെ എൻ്റെ നിന്ന് ഞാൻ മിന്നുവിന് ഇങ്ങനെ കുറച്ച് കൊടുക്കാറാണ് കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് കൂട്ടുന്നതും അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇന്നലെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ട ഒരുപാട് സ്റ്റെൻസിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കയ്യിൽ നിറയൊക്കെ മൈലാഞ്ചി ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഒരു കുറച്ച് കാലം മുന്നേ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കളറ് നമ്മുടെ കയ്യിൽ നിന്നും വായുന്നത് വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ നിറയെ അത് നോക്കിയിട്ട് തന്നെ ചെയ്യും. ഇങ്ങനെ സ്റ്റെൻസിലൊക്കെ വാങ്ങുന്നത് ഇപ്പോൾ കുറച്ചായിട്ടാണ് കേട്ടോ സ്റ്റെൻസിലൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. മറ്റേ നമ്മൾ ഫോണിൽ ഡിസൈനൊക്കെ നോക്കിയിട്ട് അതേപോലെ ചെയ്യും കേട്ടോ. അപ്പൊ ഇത് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചേക്കാണ്. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇനിയിപ്പം ഇടാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മിന്നു സമ്മതിക്കാതിരിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ മാത്രം ഇടാനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിത് യൂസ് ആക്കുന്ന ഉറപ്പൊന്നുമില്ല. ഡിസൈന് നമ്മൾ നോക്കിയിട്ട് തന്നെ വരയ്ക്കും. പിന്നെ ഇതൊരു ചെറിയ ഹാൻഡ് ഷാനാക്കൊക്കെ പാകമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് എന്താ പറയുക ടൈം കിട്ടായോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ നെയിൽക്കോൾ ഹെന്ന മൈദ മൈലാഞ്ചി അല്ലെങ്കിൽ ശർക്കര മൈലാഞ്ചി എന്നൊക്കെ പറയില്ല, അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന് അത് കണ്ടപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ എനിക്കും ഷാനാക്കൊക്കെ. പിന്നെ മിന്നൂനാണെങ്കിൽ നമ്മൾ ബിഗ് ബി ഒന്നും യൂസ് ആക്കരുതെന്നാണ്. കാരണം എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളുണ്ടോന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അവൾ ഇങ്ങനെ കുറെ നേരം ഇട്ടിരിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ വരയ്ക്കണമെന്നോ ഡിസൈൻ ചെയ്യണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇടാനായിട്ട് ഇതുപോലെ ഒരു ബിഗ് ബി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കും ഷാനാക്കും ഇടാനായിട്ട് ഇതുപോലെ നമ്മുടെ പണ്ടത്തെ സിങ്ങില്ലേ. അപ്പൊ കുറെ ആയിട്ട് ഞങ്ങളും ബിഗ് ബി തന്നെയാണ് കേട്ടോ യൂസ് ആക്കുക. അതാകുമ്പോൾ കുറച്ച് നേരിട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിയും. പിന്നെ ഇതിങ്ങനെ അടർന്നു വന്ന് കയ്യിലൊക്കെ ആകും, ഒരുമാതിരി ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു ബാങ്കിൾ കുറേ ആയിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. ഇതിന്റെ ഒരു ലെയറും കൂടെ വരുന്ന ഇത്തിരി ലെങ്ത് ഉള്ള ബാങ്കിളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബോറായി തോന്നും. അപ്പൊ ഇത് ചെറിയ അളവ് തന്നെയാണ് കേട്ടോ. അപ്പൊ എനിക്കായാലും ഷാനാക്കായാലും എന്താ പറയാ ഒരുമിച്ച് യൂസ് ആക്കാം. ഇപ്പൊ എന്ത് സാധനമാണെങ്കിലും എൻ്റെത് ഷാനാക്കും ഷാനാൻ്റെത് എനിക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റുന്ന തരത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ, നമുക്കിങ്ങനെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ വാള ഇങ്ങനെ അടുക്കി ഇട്ട പോലെ. പക്ഷെ ഇപ്പുറത്ത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ കണ്ടില്ലേ അഴിച്ചെടുക്കാനായാലും ഇടാനായാലും സിമ്പിളാണ് കേട്ടോ. അപ്പൊ കാണുമ്പോൾ തന്നെ എന്തോ ഒരു വേറൊരു ലുക്കല്ലേ ഈ വളയും. നമ്മുടെ ഈ വളയെ അപേക്ഷിച്ചിട്ട് ഇതൊരു എന്താ പറയാ കുറച്ചും കൂടെ ആഡംബരം അല്ലേ. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അതാ നമ്മുടെ ഫിംഗറിൽ ഇടുന്ന ചെറിയൊരു ഡിസൈന്. പിന്നെ ഷാനാക്ക് ഒരു വള കേട്ടോ. പിന്നെ അത് നമ്മളെ എന്താ പറയാ ബോട്ടിൽ വരുന്ന ഐലൈനർ അല്ല അപ്പോഴാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ, ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ തട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളത് അപ് ടു 24 ഹവേഴ്സും നിൽക്കുന്നതാണ് പറയുന്നത് കേട്ടോ. സ്മഡ്ജ് പ്രൂഫ്, വാട്ടർ പ്രൂഫ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ട്രോക്ക് ഫിനിഷ്. ഇത് ബ്ലൂ ഹെവന്റെ ഒരു ഐലൈനർ ആണ് കേട്ടോ. ഒരു സ്കെച്ച് എന്നൊക്കെ പറയാം കണ്ടോ. ഇത് വാങ്ങിച്ചിരിക്കണം. ഇതിന് മുന്നേ ഞാൻ വേറൊരു ബ്രാൻഡിന്റെ എന്തോ ആയിരുന്നു കേട്ടോ. അവിടെ ഉണ്ട്.
ഇത് ഗ്ലാമർ അങ്ങനെ എന്തോ ഒരു പേരെന്തോ ആണ് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ ഒന്ന് കമ്പനി മാറ്റി പിടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഐലൈനർ ആയിട്ട് യൂസ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇന്നലെ തന്നെ കേട്ടോ മൈലാഞ്ചിക്ക് വാങ്ങിച്ചത്. അപ്പം ഇതൊരു 1 ടൈം ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു കയ്യിൽ ഞാൻ ഇന്നലെ നൈറ്റ് ഫുള്ളും ഇട്ട് പിന്നെ അതേപോലെ അത്താഴത്തിന് എണീച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായി. ഇനി അത് കൂടും കേട്ടോ. ഷാനന്റെ കയ്യിൽ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ എന്നെക്കായി ഒന്നും കൂടെ കളർ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഈ 2 കളറും ഏകദേശം കണ്ടില്ല. ഇതൊരു തവണ ഇട്ടപ്പോഴാണ് ഇങ്ങനെ, ഇത് 2 തവണ. ഇനിയും കളർ ഇതിങ്ങനെ കൂടി കൂടി വരും കേട്ടോ. ഇനിയും ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കളർ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ബിഗ് ബി അല്ലെങ്കിൽ സാധാ മൈലാഞ്ചിയൊക്കെ ഇട്ടാലും നല്ലൊരു ഡാർക്കായിട്ട് കുറേ കാലം നിൽക്കും. ഇത് പറഞ്ഞു പോരുന്ന മൈലാഞ്ചി അല്ലല്ലോ, അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കയറി കയറി ഇങ്ങനെ നമ്മളെ നഖം വളരും തോറും ഇതിങ്ങനെ കയറി വരുന്ന ആ ഒരു കളറായിട്ട് കിട്ടുക കേട്ടോ. മിന്നുവിന് കഴിക്കാനാണേ. മിന്നോ, സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മിന്നുന്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി വേഗം കഴിക്കാൻ കൊടുക്കട്ടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇങ്ങനെ മിന്നൂസ് അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ കാലത്ത് അങ്ങനെ കുളിപ്പിക്കലൊന്നുമില്ല കേട്ടോ. 11-12 മണിയാവുമ്പോ കുളിപ്പിക്കുക ചെയ്യണുള്ളൂ. പിന്നെ അങ്ങനെ ഉച്ചക്ക് ഉറങ്ങുകയല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളെ വലിയ ആൾക്കാരൊക്കെ കിടക്കണ പോലെ ഉച്ചയ്ക്ക് കണ്ട് കിടക്കുക. ഒരു 3-4 മണിയാവുമ്പോൾ എഴുന്നേറ്റും വരും. അപ്പൊ ഇന്നാണെങ്കിൽ രാവിലെ കുറച്ച് നേരം കറണ്ടൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പൊ ഈ കറണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വെള്ളം വേഗം കലക്കി വെക്കും കേട്ടോ. ജ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് നാരങ്ങ വെള്ളം ആ ഒരു സമയത്ത് തണുത്ത് കിട്ടണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പച്ചവെള്ളം കുടിക്കും, പിന്നെ അതിന്റെ ഐസ് ട്രേയിൽ ഐസ് ക്യൂബ് ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള തണുപ്പിൽ അങ്ങനെ ഇരുന്നിട്ട് തണുത്തോളുള്ളൂ. പിന്നെ ഇന്നലെ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബാക്കി വരുന്ന പീസ് ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, മറ്റേത് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വാടിയതുപോലെ ഇരിക്കും. ഇത് കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത പീസിന്റെ അതേ ഒരു സ്ട്രക്ചർ കണ്ടോ. പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ വരണമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്താൽ മതി. അത് നമുക്ക് ആ വാടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരുമാതിരി ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാറല്ലേ ചെയ്യുക. ഇതിങ്ങനെ ഒരു റോള് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്താൽ അതുപോലെ കണ്ടോ. ഈ ഒരു പേപ്പർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മള് എന്താ പറയുക, ഫുഡ് റാപ്പിംഗ് ഫിലിം അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. അങ്ങനെ ഒരു ബോക്സ് കിട്ടും കേട്ടോ. അപ്പൊ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ തണ്ണിമത്തൻ കട്ട് ചെയ്യുന്ന എൻ്റെ ഒരു രീതി കാണിച്ചു തരാം. ഇതാകുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. അതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വലിച്ചു പോയാൽ കണ്ടില്ലേ, ഇതുപോലുള്ള പീസാക്കി എടുക്കുക. അപ്പോൾ വീണ്ടും ഞാനിതാ ബാലൻസ് വന്ന പീസ് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ അല്ല മിനിയാന്ന് വാങ്ങിച്ച തണ്ണിമത്തനാണ് കേട്ടോ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഉണ്ടല്ലേ. ഇപ്പം നാളെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കണ്ടോ ഫ്രഷ് പീസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇന്നിനി ജ്യൂസായിട്ട് മുന്തിരി എന്താ പറയുക വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഇന്നടുത്ത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഇന്നലെ അടിച്ചതിനും ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മുന്തിരി ജ്യൂസും പിന്നെ തണ്ണിമത്തനും പിന്നെ നമ്മുടെ സാധാ നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ. പിന്നെ ഇന്ന് പൊരിക്കടിയൊന്നുമില്ല. ഡെയിലി ഒന്നും വാങ്ങാറില്ല കേട്ടോ. ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് പുറത്ത് പോകുമ്പോൾ മാത്രം വാങ്ങുള്ളൂ. അപ്പം ഇന്നും നമ്മൾ ഈ എണ്ണക്കടി കഴിക്കുന്നത് അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഷീറ്റ് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതിലിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരിതാ ഫുഡ് റാപ്പിംഗ് ഫിലിം എന്നെന്തോ ആണ് കേട്ടോ. നമുക്കെല്ലാം ഫുഡും ഇതുപോലെ കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പ്ലേറ്റിൽ നമ്മൾ അടച്ചു വെക്കണതിന് പകരം കണ്ടോ ഇതുപോലെ പൊതിഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ എന്ത് സാധനം വെക്കുമ്പോഴും നമുക്കിപ്പോൾ ക്ലോസ് ആയി വെക്കാൻ പാത്രമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്ത് വെച്ചാലും മതി. പ്രത്യേകിച്ച് ഇതുപോലെ തണ്ണിമത്തന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ എത്ര പാത്രം കൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല, ഒരുമാതിരി വാടിയ പോലെ ആയിരിക്കും. അപ്പം ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഈ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ മെയിനായിട്ട് ചിലവ് നമ്മുടെ ഷുഗറാണ് കേട്ടോ. ഓവർ മധുരമില്ലെങ്കിലും നമ്മളാ ഒരു പുളിയിൽ നിന്ന് വിട്ട് കിട്ടാൻ പാകത്തിന് എന്തായാലും ഞാൻ മധുരം ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ജ്യൂസ് മുന്തിരിക്കാണെങ്കിൽ ഒടുക്കത്ത പുളിയാണ് കേട്ടോ. അപ്പം ഇന്നലെ അടിച്ചതിൽ കുറച്ച് മധുരം കമ്മിയുണ്ട്. അപ്പം ഇന്ന് കുറച്ചും കൂടെ മധുരം ചേർത്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് പിന്നെ അടിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ അതിൽ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ചിലവർ ഇതിൽ ചെറുനാരങ്ങ നീര് പിന്നെ അതേപോലെ ഏലക്കായൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഓൺലി പഞ്ചസാര മാത്രം അത് ചേർക്കുക, മിക്സിയിലിട്ട് അടിക്കുക, ഇതുപോലെ അരിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഈ നോമ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് സ്വന്തമായിട്ട് കുടിക്കുന്നത്. കുടിച്ചിട്ടുണ്ട് ഷോപ്പിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ, പക്ഷെ സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ കുടിച്ച് ഇൻട്രസ്റ്റ് ആയപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ തുടങ്ങി കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ചൂടുകാലൊക്കെയാണ് ഇതുപോലുള്ള ജ്യൂസൊക്കെ ഇടയിൽ കുടിക്കുന്നത് ഒന്നുകൂടെ നല്ലതാണല്ലോ. ഷാനാക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, അപ്പോൾ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഷെൽഫ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ താഴോട്ടുള്ള ഒരു പോർഷന് നമ്മളിതിന് മുന്നേ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എല്ലാ പണിയും ഇങ്ങനെ ഒരുമിച്ച് ഫുള്ളായിട്ട് എടുക്കാൻ നിൽക്കില്ല, കുറച്ച് കുറച്ചായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഇന്നെന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഈ നീളത്തിനുള്ള ഒരു കള്ളി സാധനങ്ങൾ മുഴുവനായിട്ട് പൊടിയൊക്കെ തട്ടി തുടച്ചെടുക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടാവും, പിന്നെ ഇടത് സൈഡിൽ ആ ഒരു 3 കള്ളി ഉണ്ടാവും കേട്ടോ. അത് ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ ഇന്ന് ഇത്തിരി ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ക്ലീനിങ്. അങ്ങനെ വാരി വലിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ കാര്യം നടക്കൂല, ചെറിയ ഉള്ളവരാണെങ്കിൽ അവരുടെ കാര്യം നടക്കൂല. അപ്പം ഇതുപോലുള്ള ഡീപ്പ് ക്ലീനിങ്ങുകൾ മാത്രമാണ് ചെയ്യാറ്. ഇവിടെയൊക്കെ എപ്പോഴും പൊടി വരും കേട്ടോ. പെട്ടെന്നാണ് പൊടി വരുന്നത്, എവിടുന്നാന്ന് അറിയില്ല. നമ്മുടെ വീട് റോഡ് സൈഡിലല്ല, എന്നാൽ കൂടെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഡീപ്പ് ക്ലീനിങ് എന്നുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. സിറ്റ് ഔട്ട്, നമ്മുടെ 2 ഹാള്, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ കുറച്ച്, പിന്നെ ഷെൽഫുകൾ, അങ്ങനെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയത്. കാരണം വീട്ടിൽ പോകേണ്ട കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ള ഡെയിലി കാര്യങ്ങൾ നടക്കുക എന്നല്ലാതെ നമ്മുടെ നോമ്പിന്റെ നനച്ചുകൂളിപ്പണി കാര്യമായിട്ട് നടന്നിട്ടില്ല. ചെറുതായിട്ടൊരു ക്ലീനിങ്ങിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. കുഴപ്പമില്ല, നമുക്കിങ്ങനെ എന്താ പറയാ, ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയിലൊക്കെ ഇതുപോലെ ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ പറയുന്ന പോലെ നമ്മുടെ ഹൃദയം മനസ്സൊക്കെ ശുദ്ധിയാക്കി വെക്കുക. വീട്ടിൽ നനച്ചു കുളിപ്പണി ചെയ്യണ്ടെന്നല്ല, എന്നാലും ആദ്യം നമ്മൾ മുൻഗണന അതിന് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ മിന്നുവിന് എന്താ ഷെൽഫ് വൃത്തിയാക്കണ ഇടയിൽ 2 ചെറിയ കുഞ്ഞ് സ്കൂട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ എന്താ ജീരക മിഠായി, ജെംസ് പോലത്തെ എന്തോ മിഠായി ആണ് അത് വാങ്ങിച്ചാൽ കിട്ടുക. അപ്പൊ അത് ഞാനിങ്ങനെ മേലെ അവളുടെ കളി കഴിഞ്ഞ് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഷെൽഫിൽ എടുത്ത് വെക്കുക ചെയ്യുക. അപ്പൊ അത് കിട്ടിയപ്പോ അപ്പൊ അതിങ്ങനെ ഓട്ടി കളിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇതുപോലെ വണ്ടി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓടിച്ച് കളിക്കുക. അപ്പം ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഇങ്ങനെ സെറ്റിയിൽ വെച്ചിട്ട് ജനലിൽ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓട്ടണ പോലെ ഓടിച്ച് കളിക്കാറാണ് കേട്ടോ. അപ്പം ആൾക്കിപ്പോ ക്രേസ് ആയിട്ടുണ്ട്. ഇതുപോലെ കാറ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്തു കൊടുത്തു. കണ്ട അതുപോലെ ഇങ്ങനെ ഉരുട്ടി കളിക്കും. ഞാൻ ടിക്കാനോട് ഷാനോട് പറയുന്ന ഡയലോഗാണ്, ഇത് ആണായി ജനിക്കേണ്ടതായിരുന്നു എന്ന്. ഇവൾക്ക് നമ്മുടെ ഈ ബൊമ്മ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ.
കുറേ ഉണ്ട് ഷാനാന്റെ ടോയ്സ് ആയിട്ട്. എന്താ പറയാ, നമ്മുടെ ടെഡി ബിയർ ആയിട്ടും ഒരു എന്താ പറയാ വലിയൊരു കവർ നിറയെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയൊക്കെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ അതിലൊന്നും ആൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ട് കൊടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇതുപോലെ കണ്ടോ വണ്ടി, അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കളിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇപ്പൊ മിന്നുന്റെ. കണ്ടില്ലേ? അപ്പൊ ആ ഒരു സ്കൂട്ടി ഇങ്ങനെ ഓട്ടി കളിക്കുകയാണ് കേട്ടോ. അല്ല മിന്നോ? അപ്പൊ ഈ ഇടക്കിടക്ക് പറയുന്ന ഡയലോഗാണ് ഇവള് ആണായി ജനിക്കേണ്ടതായിരുന്നു എന്ന്. പക്ഷെ ആൺകുട്ടികളുടെ അമ്മാതിരി ചാട്ടവും ഓട്ടവും അങ്ങനെയൊന്നുമില്ല, ആള് സൈലന്റ് ആണ്. പക്ഷെ ഇതുപോലെ ഈ വണ്ടി ക്രേസ് ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം കണ്ടോ, ഇതിനെന്ത് ഓർബിറ്റ്സോ ഇതുമ്മ എഴുതിയിരിക്കണത് ക്രിസ്റ്റൽ ബോൾ എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഷോപ്പിൽ കണ്ടാ വാങ്ങിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ചെറുപ്പത്തിലെ ഞാനിത് ഇങ്ങനെ യൂസ് ആക്കാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലൊക്കെ കണ്ടോ അതുപോലൊരു എന്താ പറയുക ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അതെന്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാന്. ഒരു ഗോട്ടി ഷേപ്പിൽ ഇങ്ങനെ ഞാനതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ. ഒരു ബബിള് പോലെ ഉണ്ടാവും. അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അതിന് വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിങ്ങനെ തനിയെ വീർത്ത് വരും കേട്ടോ. ഇതിപ്പോൾ അത്ര ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനത്തെ ചെറിയ പാക്കറ്റ് ആണെങ്കിൽ ഒരു 2-3 പാക്കറ്റ് വാങ്ങിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഷെൽഫിൽ ഡെക്കറേറ്റൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ക്രിസ്റ്റൽ ബൗളൊക്കെ, നല്ല ഭംഗിയുള്ള ബൗളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ബൗള് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്ന കയ്യിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാം. അപ്പം എത്രത്തോളം ആവും എന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കും. ഞാൻ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു 3/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം പൊങ്ങി വരുന്നു എന്നൊന്ന് നോക്കാം.